കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ദേവീ ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിന. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഈ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 22-ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. ഹരിശ്ചന്ദ്രചരിതം. തൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും മകനെയും വിശ്വാമിത്രൻ്റെ കടം തീർക്കാനായിക്കൊണ്ട് ഹരിശ്ചന്ദ്രൻ ഒരു വിപ്രൻ്റെ വേഷത്തിൽ രൂപം മാറി വന്ന വിശ്വാമിത്രൻ്റെ തന്നെ കുട്ടികളെ വിറ്റ ഭാഗങ്ങളെയാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. അങ്ങനെ ധനം കൊടുത്തു മേടിച്ച് അവളെയും കുട്ടിയെയും കൂട്ടിക്കെട്ടി ആ വിപ്രൻ ആകുന്ന വിശ്വാമിത്രൻ സ്വഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. പത്നിയാകുന്ന അവള് ഭർത്താവിനെ വലം വെച്ച് മുട്ടുകുത്തി നമസ്കരിച്ച് കണ്ണൂരൊഴുക്കിക്കൊണ്ട് ദീനമായി പറഞ്ഞു, ഞാൻ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹോമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്രാഹ്മണരെ പൂജിച്ചിട്ടുണ്ട് എങ്കിൽ ആ പുണ്യത്തിൽ ഹരിശ്ചന്ദ്രൻ വീണ്ടും എൻ്റെ ഭർത്താവായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രാണനേക്കാൾ പ്രിയായി അവള് തൻ്റെ കാൽക്കളിൽ വന്ന് വീണ് കേഴുന്നത് കണ്ട രാജാവ് അതീവ ദുഃഖിതനായി പറഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി വിലപിച്ചു എന്നാ പറയണത്. സത്യവും ശീലഗുണവുമുള്ള ഇവള് എന്നെ എങ്ങനെ വേർപിരിയും? എപ്രകാരമാണോ നിഴല് അതിൻ്റെ ഉപാധിയെ വേർപിരിയാത്തത്, അതുപോലെ എങ്ങനെയാണ് പതിവ്രതയായിട്ടുള്ള ഒരു ഭാര്യ, ഒരു പത്നി ഭർത്താവിനെ വേർപിരിയുന്നത് എന്നൊക്കെ ഭാര്യയോട് പറഞ്ഞിട്ട് ഭാര്യയോടൊപ്പം കൂട്ടിക്കെട്ടിയിരുന്ന പുത്രനോട് ചോദിച്ചു, എന്നെ വിട്ട് നീ എങ്ങോട്ടാ പോണത് എന്ന്. ഹേ ബ്രാഹ്മണ, ഞാൻ ഏത് ദിക്കിലേക്ക് പോകും? ആരെൻ്റെ ദുഃഖം ഇല്ലാതാക്കും? രാജ്യം പോയതുകൊണ്ടോ കാട്ടിൽ പാർക്കുന്നത് കൊണ്ടോ എനിക്ക് ദുഃഖമില്ല. പുത്രനെ പിരിയുന്നതിലെ ദുഃഖം എനിക്ക് സഹിക്കാനാവണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിച്ചു. പത്നിയോട് പറഞ്ഞു, നീ എന്നാൽ പരിത്യജിക്കപ്പെട്ടവളായിട്ട് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കണു. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനും രാജ്യ സുഖഭോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവനുമായ എന്നെപ്പോലെയുള്ള ഒരു ഭർത്താവിനെ വിവാഹം കഴിച്ചിട്ടും നിനക്ക് പിതാ ദാസിയായിട്ട് പോകേണ്ടി വന്നുവല്ലോ. ഇപ്രകാരം ദുഃഖത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എന്നെ ആരാണ് ഈ ദുഃഖത്തിൽ നിന്നും ഇനി കരകയറ്റാനായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചു. അങ്ങനെ ആ ഹരിശ്ചന്ദ്രൻ നോക്കി നിൽക്കെ ഭയങ്കര ചാട്ടവാറുകൊണ്ട് ഹരിശ്ചന്ദ്രൻ്റെ പത്നിയെ മുമ്പോട്ട്
അടിച്ച് മുമ്പോട്ട് നയിക്കാൻ ആ ബ്രാഹ്മണൻ ഉരുമ്പിട്ടു. അങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഭാര്യയെയും പുത്രനെയും കണ്ട രാജാവ് ദുഃഖിച്ചുകൊണ്ട് അത് കാണാനാവാതെ കണ്ട് കരഞ്ഞുകൊണ്ട് ആർത്തനായി നിന്നു. ഇത്തരത്തിലുള്ള ഒരു ഭാര്യയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇവളിതാ ദാസിയായി തീർന്നിരിക്കണു. സൂര്യവംശത്തിൽ ജനിച്ചവനും ഇനി ആ പരമ്പരയിൽ രാജാവൊക്കെ ആകേണ്ടതുമായിട്ടുള്ള കുട്ടി ബാലൻ വിൽക്കപ്പെട്ടു. ഞാൻ എത്ര നിർദയനാണ്, ദുർബുദ്ധിക്കാരനാണ്. ഇതൊക്കെ എനിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നുവല്ലോ. എൻ്റെ പ്രാണൻ പോവാതെ കണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവല്ലോ എന്നൊക്കെയാണ് ഹരിശ്ചന്ദ്രൻ മനസ്സുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ്റെ ദൃഷ്ടിയിൽ നിന്നും ആ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ പത്നിയെയും മകനെയും കൊണ്ട് ദൂരത്തേക്ക് പോയി. ആ ബ്രാഹ്മണനെ അതിദൂരത്തിൽ പോയ ആ ബ്രാഹ്മണനെയോ പത്നിയെയോ കുട്ടിയെയോ കാണാതെ കണ്ടായി. അതിനിടയിൽ തപസ്വിയായ വിശ്വാമിത്രൻ ഇതാ വീണ്ടും സ്വവേഷത്തിൽ അവിടെ എത്തി. സ്വന്തം ശിഷ്യന്മാരെയും കുട്ടിയാ വരുന്നത് അവിടേക്ക്. ഒരു ഭാഗത്തുകൂടെ നോക്കൂ, ഹരിശ്ചന്ദ്രനെ വേദനിപ്പിക്കുക, പരീക്ഷിക്കുക. മറ്റൊരു ഭാഗത്തുകൂടി സ്വരൂപത്തിൽ വന്ന് വീണ്ടും വേദനിപ്പിക്കുക. ഇതാണ് വിശ്വാമിത്രൻ ഇവിടെ ചെയ്യുന്നത്. കഥ പറയുമ്പോഴോ കേൾക്കുമ്പോഴോ ഇത്രയും അധികം ക്രൂരത, അതും മഹാതപസ്വിയും ശാസ്ത്രജ്ഞാനങ്ങളൊക്കെ അറിഞ്ഞവനും ബ്രാഹ്മണനുമൊക്കെയായ ഋഷിയുമൊക്കെയായ ഒരാൾക്ക്, വിശ്വാമിത്രനെ പോലെയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. സാധാരണ ഈ കലിയുഗത്തിൽ ഇന്ന് പോലും കാണാൻ കഴിയാത്തതായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഹരിശ്ചന്ദ്ര ചരിതത്തിലൂടെ. തൻ്റെ വാക്കുകളെ സത്യമാക്കാനായിക്കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഹരിശ്ചന്ദ്രനെ ഒരു ഭാഗത്ത്, സ്വന്തം ഭർത്താവിൻ്റെ വാക്കുകളെ സത്യമാക്കാൻ ദുഃഖങ്ങൾ അനുഭവിക്കാൻ തയ്യാറായ ഭാര്യയെയും മകനെയും ഒരു ഭാഗത്ത്, ശത്രുത കൊണ്ട് താൻ പറഞ്ഞ വാക്കുകളെ സത്യമാക്കി വസിഷ്ഠൻ്റെ വാക്കുകളെ അസത്യമാക്കാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള വിശ്വാമിത്രൻ മറുഭാഗത്ത്. ഇതൊക്കെയാണ് നമുക്ക് ഈ ചരിതത്തിൽ കാണിച്ചു തരുന്നത്. ഹരിശ്ചന്ദ്രചരിതം നമുക്ക് നാളെ തുടർന്ന് കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മഹാദേവ്യൈ നമഃ.